നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കേട്ടില്ല മക്കളെ, ഈ കമ്മ്യൂണിസ്റ്റുകാര് കേരളത്തിൽ നമ്മൾ മുസ്ലിങ്ങളോട് ചെയ്തു കൂട്ടുന്ന ആക്രമണങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? പ്രിയങ്കരനായ അഫ്സൽ കാസിമി എന്ന നമ്മുടെ താടി വെച്ച മൊയിലേര് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇനിയും എന്റെ മാപ്പിള സഖാക്കളെ, നിങ്ങൾക്കൊന്ന് കണ്ണ് തുറക്കാനായില്ലേ? എത്ര കാലമായി ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ പീഡനം സഹിച്ച് നിങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നേ? കണ്ണു തുറപ്പിച്ചല്ലോ എന്റെ അഫ്സൽ കാസിമി. ഓ, വല്ലാത്തൊരു മുതലായിരുന്നു നിങ്ങൾ കേട്ടോ. എടാ കള്ളത്താടി, ഒരു ഇച്ചിരി ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ആ വയലുണ്ടല്ലോ, നീ പറഞ്ഞ പ്രഭാഷണം 1.5 മണിക്കൂർ മുഴുവനായിട്ട് കേട്ട് ഞാൻ. ഒരു ശതമാനം പോലും സത്യമല്ലാത്ത കള്ളങ്ങൾ അങ്ങനെ പറഞ്ഞ് ആ ഇരിക്കുന്ന ആ കേൾക്കുന്ന മുസ്ലിമായ ചെറുപ്പക്കാര് മറ്റുള്ള മുതിർന്നവരുടെയൊക്കെ തലയിലോട്ട് ഇങ്ങനെ വിഷം നിറച്ച് വർഗീയത പറഞ്ഞ് എന്ത് നേടോടാ കള്ളവടുവ നീയൊക്കെ? അഫ്സൽ കാസിമി മൊയിലേരാണ് എടോ. ആ തൊപ്പിക്കും ആ തലപ്പാവിനൊക്കെ ഒരു ബഹുമാനമുണ്ട്. അത് നിന്നെ പോലെയുള്ള കള്ള മൊയിലന്മാര് ഇല്ലാണ്ടാക്കി കളയരുത്, അത്രേ പറയാനുള്ളൂ. എന്താന്ന് വെച്ചാല്, തലശ്ശേരി കലാപത്തിന്റെ ഒരു 2-3 മിനിറ്റുള്ള വീഡിയോ മാത്രം ആദ്യം ഞാൻ കണ്ടുള്ളൂ. പിന്നീടാണ് ഇത് 1.5 മണിക്കൂറുള്ള വലിയൊരു പ്രഭാഷണം തിരൂര് നിങ്ങളുടെ ഇമാം കൗൺസിലിന്റെ എന്തോ ഒരു വലിയ പ്രോഗ്രാമിന് വലിയ വിഷയം തന്നെയായിരുന്നു. മാർക്സിസം, കമ്മ്യൂണിസ്റ്റിന്റെ ആക്രമണങ്ങളും മറ്റുള്ള കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചർച്ചാ വിഷയം. അത് മുഴുവനായിട്ട് കേട്ടപ്പോഴാണ് 1% പോലും സത്യമല്ലാത്ത കള്ളങ്ങൾ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ മുസ്ലിം ചെറുപ്പക്കാരെ തലയിൽ വിഷം കയറ്റി നിറക്കല്ലടാ കള്ളത്താടി. വല്ല ഗുണമുണ്ടതില്? തലശ്ശേരി കലാപത്തിൽ എത്ര പള്ളിയാടാ ആരടാ പൊളിച്ചത്? മൊയിലേരൊന്ന് പറഞ്ഞങ്ങള്. നിങ്ങളല്ലോ നിങ്ങളുടെ വല്യാപ്പ വന്നിട്ട് ഇജാതി ഗീർവാണം പ്രസംഗം അടിച്ചിട്ടും ഒരു കാര്യമില്ല. എന്തറിയോ, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനെ തലയുയർത്തി തന്നെ നിൽക്കണം. എന്നാലാണ് ഈ പറഞ്ഞ എന്റെ കുടുംബാവട്ടെ, മറ്റുള്ള ഇസ്ലാം മതത്തിലുള്ളവരാവട്ടെ, ഹിന്ദു മതത്തിലുള്ളവരാവട്ടെ, ക്രിസ്ത്യൻ മതത്തിലുള്ളവരാവട്ടെ, ഏത് മതത്തിലുള്ളവനും നെഞ്ഞു വിരിച്ച് നടക്കുകയാണെങ്കിൽ പ്രസ്ഥാനം ഇവിടെ തല ഉയർത്തി തന്നെ വേണം. അന്നേക്കാളും വലിയ മൊയിലന്മാർ ഇതിന്റെ മുന്നേ പ്രസംഗിച്ചതാ. അതറിയോ എനിക്ക് കാസിമിയെ? എന്താണ് അഫ്സൽ കാസിമി? അഫ്സൽ കാസിമിക്ക് അപ്പൊ അതറിയോ? എടോ, പറയുമ്പോ ഒരു ഇച്ചിരി എന്താ പറയാ, തൊലിക്ക് ഇത്ര കട്ടി ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ നോണ പറയാനും വേണ്ടടോ ഒരു എന്താ പറയാ തൊലിക്കട്ടി. അപ്പുറത്ത് കുറച്ചാൾക്കാര് ഹിന്ദു പ്രീണനം, ഇപ്പുറത്ത് നിങ്ങൾ കുറച്ചാൾക്കാര് മുസ്ലിം പ്രീണനം. എന്തെന്ത് വർത്താനങ്ങളാ ചെങ്ങായിമാരങ്ങളീ പറയണത്? ഇങ്ങക്കൊക്കെ പ്രീണനം തന്നെ. ഇനി ഇതൊക്കെ കൂടി പ്രീണനായി ഈ മുസ്ലിങ്ങളൊക്കെ കൂടി ഇങ്ങടേൽക്കുണ്ട് വന്ന്, അവിടെ കുറെ ഹിന്ദുക്കളൊക്കെ കൂടി അയൽക്കും പോയി. എന്നിട്ട് എന്താ വേണ്ട? കുറച്ച് കലാപൊക്കെ ഉണ്ടാക്കണം. നല്ല രീതിയിൽ ഐക്യത്തോടു കൂടി മതസൗഹാർദ്ദത്തോടു കൂടി കെട്ടിപ്പിടിച്ചു പോകുന്ന കേരളത്തിനെ അങ്ങണ്ട് കൊട്ടി കലാശാക്കിയിട്ട് ഒരു പരുവാക്കി വിടണം. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. മുസ്ലിം സഖാക്കളോട് ഇങ്ങനെ ഗീർവാണടിച്ച് അവസാനം നിങ്ങൾ പറയണ്ട് മുസ്ലിം സഖാക്കളൊന്ന് ചിന്തിക്കണമെന്ന്. ഒന്നും ചിന്തിക്കാല്ലോ. ഇപ്പൊ ഈ വീഡിയോ ഇങ്ങനെ ഒരു മറുപടി പറയണത് എന്തിനാന്നറിയോ? എന്റെ പ്രസ്ഥാനത്തിന് നിന്നെ പോലെയുള്ള കള്ളത്താടി വെച്ച മൗലിയന്മാര് ഇങ്ങനെയുള്ള നുണപ്രചരണമായിട്ട് വരുമ്പോ അതേ മതത്തിൽ വിശ്വസിക്കുന്ന ഞാൻ തന്നെ, എന്നെ പോലുള്ളവർ തന്നെ എതിർത്ത് മുന്നോട്ട് വരണം. അതുകൊണ്ട് മൊയിലേരെ, നിങ്ങൾ രാജസ്ഥാൻ മരുഭൂമിക്ക് മണലി കയറ്റി വിടരുത്, മനസ്സിലായ? അത് വെറുതെയാണ്, ഒരു കാര്യമില്ല. അതുകൊണ്ട് മനസ്സിലായ? നിങ്ങൾ എന്തൊക്കെ നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു വിട്ടാൽ ഒരു പോയിന്റ് പോലും സത്യമല്ലാത്ത എത്ര നുണകളാണ് ഒരു ഉളുപ്പില്ലാതെ പറയുന്നത്. 1400 വർഷം മുന്നേ റസൂലുള്ള പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, ഏത്? കുറെ കള്ള പണ്ഡിതന്മാര് വരുന്നുണ്ട്, അതിന്റെ നേതാവാണ് നിങ്ങള്. അതിന്റെ നേതാവ്, നുണ മാത്രം പറയാൻ വേണ്ടി ഇറങ്ങിയ നേതാവ്. യാതൊരുവിധ സംശയമില്ലാതെ പറയാം. എന്തായാലും നിങ്ങള് അങ്ങോട്ട് സ്വർഗത്തിലേക്കുള്ള ആളുണ്ടാക്കിക്കോളി. തൽക്കാലം ഞങ്ങള്
ഈ പറഞ്ഞ മാപ്പിള സഖാക്കള് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെ ശബ്ദിക്കും, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെ പ്രവർത്തിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മറ്റുള്ള ജനങ്ങളും ഈ നാട്ടിൽ തല ഉയർത്തി നടന്ന പോലെ നാളെ എൻ്റെ മക്കളും ഇവിടെ അന്തസ്സോടുകൂടി തല ഉയർത്തി നടക്കണമെങ്കിൽ എൻ്റെ ഈ പ്രസ്ഥാനം ഇവിടെ ഉയർന്നു തന്നെ നിൽക്കണം. അതിന് നിങ്ങളൊക്കെ കൂടി ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പ്രതിരോധിച്ചേ പറ്റൂ. അപ്പം മൊയ്ലിയർക്ക് കാര്യം ഏകദേശം മനസ്സിലായിണ്ടാവും. ഇജാതി പരിപ്പളായിട്ടൊന്നും ഇങ്ങണ്ട് ഇറങ്ങണ്ട. അപ്പം എന്നാ പറഞ്ഞ പോലെ ലാൽ സലാം.